ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മെക്കീസി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഈ ചാനലിൻ്റെ തുടക്കത്തിലേയുള്ള വീഡിയോകളിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്തത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ KTU സിലബസിലെ S5 മെക്കാനിക്കൽ, അതായത് 5th സെമസ്റ്റർ മെക്കാനിക്കലിൻ്റെ സബ്ജക്റ്റായ CPNM, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റിലെ 5ാമത്തെ 6ാമത്തെ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ഇതുവരെയുള്ള അല്ലെങ്കിൽ ചാനലിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള വീഡിയോസിലെല്ലാം നമ്മൾ നോക്കിയത്. സോ ഇനി മുതലുള്ള എല്ലാ വീഡിയോസിലും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സെമസ്റ്ററിൻ്റെയും നോട്ട്സ് ആൻഡ് വീഡിയോ ലെക്ചേഴ്സ് എനിക്ക് ഇടാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇനി മുതലുള്ള വീഡിയോ എന്ന് പറയുന്നത് EDCA കുറിച്ചായിരിക്കും. അതായത് 5th സെമസ്റ്ററിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള EDCA, ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ആൻഡ് കൺട്രോൾ ഫോർ ഓട്ടോമേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 5ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് മുതൽ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ 5th മൊഡ്യൂളും നമ്മളിന്ന് തുടങ്ങി വെക്കാനായിട്ട് പോവുകയാണ്. സോ 5th മൊഡ്യൂളിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടോഴ്സ്, അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്, സിംഗിൾ ഫേസ് മോട്ടോഴ്സ്, AC സീരീസ് മോട്ടോർ, അതായത് യൂണിവേഴ്സൽ മോട്ടോഴ്സ്, പിന്നെ ഉള്ളത് സിങ്ക്രണസ് മോട്ടോഴ്സ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് അല്ലെങ്കിൽ ഈ 5ാമത്തെ മൊഡ്യൂൾ EDCA 5th മൊഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് നമുക്ക് ആദ്യം വരുന്നത്. ആദ്യം സിംഗിൾ ഫേസ് മോട്ടോഴ്സ് എന്താണെന്ന് നോക്കാം. സിംഗിൾ ഫേസ്, അതായത് ആസ് ദ നെയിം സേസ്, സിംഗിൾ ഫേസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫേസ് സപ്ലൈയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന മോട്ടോഴ്സാണ് സിംഗിൾ ഫേസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെല്ലാം നല്ല രീതിയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മോട്ടറാണ് സിംഗിൾ ഫേസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ചുറ്റുമുള്ള ഓഫീസുകളിലോ വർക്ക്ഷോപ്പുകളിലോ ഒക്കെ ആണെങ്കിലും ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് മോട്ടറാണ് സിംഗിൾ ഫേസ് മോട്ടോഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ അപ്ലൈ ആയിട്ട് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട് സിംഗിൾ ഫേസ് മോട്ടറിന്. സോ സിംഗിൾ ഫേസ് മോട്ടോഴ്സിനെ അക്കോർഡിംഗ് ടു ദെയർ കൺസ്ട്രക്ഷൻ ആൻഡ് മെത്തേഡ് ഓഫ് സ്റ്റാർട്ടിങ്, അതിൻ്റെ കൺസ്ട്രക്ഷനെയും മെത്തേഡ് ഓഫ് സ്റ്റാർട്ടിങ്ങിനെ ബേസ് ചെയ്ത് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 4ആയിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്നും, പിന്നെ റിപ്പൾഷൻ മോട്ടോഴ്സ് എന്നും, AC സീരീസ് മോട്ടർ എന്നും, അൺഎക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടർ എന്നുമാണ് ഈ 4 ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ ഈ ഇൻഡക്ഷൻ മോട്ടർ സിംഗിൾ ഫേസ് മോട്ടേഴ്സിൽ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കീഴിൽ വരുന്നതാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടേഴ്സ്. സോ അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. സോ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നമ്മളിനി മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് ഒരു പോളിഫേസ് ഇൻഡക്ഷൻ മോട്ടറുമായിട്ട് നല്ല സിമിലറാണ്. പക്ഷേ രണ്ട് കാര്യങ്ങളിൽ മാത്രം അതിലുള്ള ഡിഫറൻസ് ആണ് അതിനെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറെന്നും പോളിഫേസ് ഇൻഡക്ഷൻ മോട്ടറെന്നും തമ്മിൽ ഡിഫർ ചെയ്യുന്നത്. സോ ഒന്നാമത്തെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്ററിൽ ഒരു സിംഗിൾ ഫേസ് വൈൻഡിങ് മാത്രമാണുള്ളത്. ഇറ്റ് സ്റ്റേറ്റർ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ സിംഗിൾ ഫേസ് വൈൻഡിങ്. നമുക്കതിൻ്റെ പേരിൽ നിന്ന് തന്നെ ആസ് ദ നെയിം സീസ് എന്ന് പറയാമല്ലോ, ഇറ്റ് സ്റ്റേറ്റർ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ സിംഗിൾ ഫേസ് വൈൻഡിങ്. അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്ററിൽ എന്ത് മാത്രമാണുള്ളത്? ഒരു സിംഗിൾ ഫേസ് വൈൻഡിങ് ആണുള്ളത്. പിന്നെ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇൻ സം ടൈപ്സ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്, അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ചില ടൈപ്പുകളിൽ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന വൈൻഡിങ്സിനെ ജസ്റ്റ് ഒന്ന് കട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചില ടൈപ്പിൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ചസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഈ 2 കാര്യങ്ങളിലൊഴികെ ബാക്കി എല്ലാ കാര്യത്തോടും പോളിഫേസ് ഇൻഡക്ഷൻ മോട്ടർ അല്ലെങ്കിൽ പോളിഫേസ് ഇൻഡക്ഷൻ മോട്ടറിനോട് സിമിലറാണ് നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. അതിൻ്റെ വൈൻഡിങ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറാണ്, സ്റ്റേറ്റർ വൈൻഡിങ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറാണ്, റോട്ടർ എന്ന് പറയുന്ന സ്ക്വിറൽ കേജ് ടൈപ്പ് മോട്ടറാണ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, ഒരു സിംഗിൾ ഫേസ് സപ്ലൈ ഇതിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, when fed from a single phase supply, its stator winding produces a flux which is only alternating, that is one which alternate along with one space axis only. അതായത് ഒരു സിംഗിൾ ഫേസ് ഒരു ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ് എന്ത് ചെയ്യുന്നു, ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ്, അതായത് ഒരു വൺ സ്പേസ് ആക്സിസിൽ മാത്രം ഓൾട്ടർനേറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ സിങ്ക്രണസ്ലി റിവോൾവിംഗ് ഫ്ലക്സ്, അതായത് ഒരു സിങ്ക്രണസ്ലി റിവോൾവിംഗ് ഫ്ലക്സ് അല്ല, ആസ് ഇൻ ദ കേസ് ഓഫ് 2 or 3 ഫേസ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഫെഡ് ഫ്രം എ 2 or 3 ഫേസ് സപ്ലൈ. ഇതൊരു സിംഗിൾ ഫേസ് സപ്ലൈ എന്ന് പറയുന്ന ഒരു
അതിൻ്റെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും. സോ അതുപോലൊരു സിങ്ക്രണസ്ലി റിവോൾവിംഗ് ആയിട്ടുള്ള ഫ്ലക്സ് ആയിരിക്കില്ല ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടു ഫേസ് ആയാലും 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഒരു സിങ്ക്രണസ്ലി റിവോൾവിംഗ് ആയിട്ടുള്ള ഫ്ലക്സ് അല്ല, പകരം എന്ത് ചെയ്യാണ്, ഒരു അൺസിങ്ക്രണസ്ലി റിവോൾവിംഗ് ആയിട്ടുള്ള ജസ്റ്റ് റിവോൾവിംഗ് ഫ്ലക്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവിടെ സ്റ്റേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. An alternating or pulsating flux acting on the stationary squirrel cage rotor cannot produce rotation. That is why a single phase motor is not self-starting. അപ്പോൾ ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ ഉള്ള ചാൻസ് ഉണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഒരു സിംഗിൾ ഫേസ് മോട്ടർ സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്തത്? കാരണം എന്താണ്? ആൻ ആൾട്ടർനേറ്റിംഗ് ഓർ പൾസേറ്റിംഗ് ഫ്ലക്സ് ആക്ടിങ് ഓൺ എ സ്റ്റേഷനറി സ്ക്വിറൽ കേജ് റോട്ടർ. അതായത് ഒരു പൾസേറ്റിംഗ് ഫ്ലക്സ് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഒരു സ്റ്റേഷനറി ആയിരിക്കുന്ന സ്ക്വിറൽ കേജ് റോട്ടറിലേക്ക് ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് അല്ലെങ്കിൽ പൾസേറ്റിംഗ് ഫ്ലക്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റൊട്ടേഷൻ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതായത് അതിന് ടോർക്ക് ഉണ്ടാവത്തില്ല, അതിലൊരു ടോർക്ക് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സിംഗിൾ ഫേസ് മോട്ടർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ലാത്തത്. If the rotor of such a machine is given an initial start by hand or otherwise in either direction, then immediately a torque arises and a motor accelerates to its final speeds. പറയുന്നത് വേറൊന്നുമല്ല, സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാനുവൽ പവർ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ പവർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് കറക്കി വിടേണ്ടി വരും. ആ കറക്കി വിടുമ്പോൾ തന്നെ ഒരു ഇനിഷ്യൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു ടോർക്ക് ഡെവലപ്പ് ആവുകയും ആ ടോർക്ക് എന്ത് ചെയ്യും, ഫൈനൽ സ്പീഡ് വരെ ഈ മോട്ടറിനെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് 2 തരത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ മോട്ടറിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 2 രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് 2 ഫീൽഡ് അല്ലെങ്കിൽ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി, രണ്ടാമത്തത് ക്രോസ് ഫീൽഡ് റിവോൾവിംഗ് തിയറി. സോ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 വേസിൽ അല്ലെങ്കിൽ 2 വഴിയിലൂടെ അല്ലെങ്കിൽ 2 കാര്യങ്ങളിലൂടെ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് 2 ഫീൽഡ് അല്ലെങ്കിൽ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി, രണ്ടാമത്തേതെന്ന് പറയുന്നത് ക്രോസ് ഫീൽഡ് റിവോൾവിംഗ് തിയറി. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഈ തിയറി അനുസരിച്ച്, അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ 2 ഓപ്പോസിറ്റ്ലി റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ഓഫ് ഹാഫ് മാഗ്നിറ്റ്യൂഡ്. ഈ തിയറി അനുസരിച്ച് ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയെ 2 ഓപ്പോസിറ്റ്ലി റൊട്ടേറ്റിംഗ്, അതായത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന, പക്ഷേ ഈ ഹാഫ് മാഗ്നിറ്റ്യൂഡല്ല, അതായത് ഇപ്പോൾ 2 ആണ് ഒരെണ്ണത്തിൻ്റെ മാഗ്നിറ്റ്യൂഡെങ്കിൽ മറ്റേതിൻ്റെ 1 എന്നായിരിക്കും അതിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ 2 ആണെങ്കിൽ ഇതിൻ്റെ 2 ഓപ്പോസിറ്റ്ലി റൊട്ടേറ്റിംഗ് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ 2 ഓപ്പോസിറ്റ്ലി റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ഓഫ് ഹാഫ് മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ എന്തായിട്ട് എഴുതാം, വെക്ടേഴ്സായിട്ട് എഴുതാൻ പറ്റും, റെപ്രസെൻറ്റഡ് ബൈ 2 ഓപ്പോസിറ്റ്ലി റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ഓഫ് ഹാഫ് മാഗ്നിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ an alternating sinusoidal flux can be represented by 2 revolving fluxes. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റിംഗ് സൈനുസോയിഡൽ ഫ്ലക്സ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 ഫ്ലക്സിൻ്റെ അല്ലെങ്കിൽ 2 ഫ്ലക്സിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ഓൾട്ടർനേറ്റിംഗ് സൈനുസോയിഡൽ ഫ്ലക്സിൻ്റെ ടോട്ടൽ മാഗ്നിറ്റ്യൂഡിൻ്റെ പകുതി മാഗ്നിറ്റ്യൂഡ് ഈച്ച്, അതായത് 2 റിവോൾവിംഗ് ഫ്ലക്സ് ഉണ്ട്, അതിൻ്റെ ഒരു റിവോൾവിംഗ് ഫ്ലക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് സൈനുസോയിഡൽ ഫ്ലക്സിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ പകുതിയായിരിക്കും, ഈക്വൽ ടു ഹാഫ് ദ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആൻഡ് ഈച്ച് റൊട്ടേറ്റിംഗ് സിങ്ക്രണസ്ലി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പക്ഷേ അതിൻ്റെ റൊട്ടേഷൻ സിങ്ക്രണസ് ആയിരിക്കും എങ്ങോട്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരെണ്ണം ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റൊന്ന് ഉറപ്പായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് പോവേണ്ടതുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ്, അപ്പോൾ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റീവ് ഫ്ലക്സിനെ നമ്മൾ 5m എന്നെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്ന ഈ 3 പടങ്ങളിലൂടെയാണ് നമ്മൾ ഈ പ്രിൻസിപ്പിളിനെ 6 പടങ്ങളുണ്ട്. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനെ നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ലെറ്റ് ഇറ്റ്സ് കമ്പോണൻറ്റ് ഫ്ലക്സ് ബി എ ആൻഡ് ബി. നമ്മളിതിൻ്റെ കമ്പോണൻറ്റ് ഫ്ലക്സിനെ, അതായത് 2 ഹാഫ് മാഗ്നിറ്റ്യൂഡുള്ള 2 ഫ്ലക്സ് എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സിങ്ക്രണസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ 2 മാഗ്നിറ്റ്യൂഡിനെയാണ് ഞാൻ എയും ബിയും എന്ന് എടുത്തിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു ഹാഫ് മാഗ്നിറ്റ്യൂഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫുൾ മാഗ്നിറ്റ്യൂഡ് 5m ആണ്. അപ്പോൾ അതിന് ഹാഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴേക്കും 5m/2. അത്
എന്ത് ചെയ്യാണ്, ഒരെണ്ണം ആൻറ്റി ക്ലോക്ക് വൈസും ഒരെണ്ണം ക്ലോക്ക് വൈസും ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ബി ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു റൊട്ടേഷനെ കാണിക്കുന്നതാണ്. അതായത് ഈ ഒരു വലിയ ആരോ എന്ന് പറയുന്നത് +5m, അതായത് ഇതിൻ്റെ ടോട്ടൽ മാഗ്നിറ്റ്യൂഡിനെ കാണിക്കുന്നതാണ്. 2 ചെറിയ വര എന്ന് പറയുന്നത് ഏകദേശം ആ വലിയ വരയുടെ ഹാഫ് എന്ന് വരുന്നുണ്ടല്ലോ. അപ്പോൾ A = 5m/2, B = 5m/2. Okay. When A and B rotates through an angle of +5 and +θ and -θ, resultant flux is equal to, അതായത് അതാണ് ഞാൻ ഈ B എന്ന് പറയുന്ന ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. A എന്ന് പറയുന്നത് +θ മുകളിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോകുന്നു, B എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിട്ട് തീറ്റ ആംഗിൾ താഴേക്ക് വരുന്നു. അതിനെ നമ്മൾ +θ എന്ന് -θ എന്നും എടുക്കുന്നു. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടൻ്റ് ഫ്ലക്സ് എങ്ങനെ വരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് ഫ്ലക്സ് എങ്ങനെ വരും? 5m/2² + 5m/2² + 2 × 5m/2 × 5m/2 × cos θ √ എന്ന് വരും. ഓക്കെ, അതിൻ്റെ റിസൾട്ടൻ്റ് ഫ്ലക്സിൻ്റെ ഇക്വേഷനാണ് എഴുതിയത്. സോ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന സിംപ്ലിഫൈ ചെയ്യുന്ന ഫ്ലക്സ് സ്റ്റെപ്പെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്യുന്ന സ്റ്റെപ്പിൽ കാണുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് ഏറ്റവും അവസാനം 5m cos θ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു ക്വാർട്ടർ സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് θ = 90 ക്വാർട്ടർ സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ C എന്ന് പറയുന്ന എന്താണ് ഫിഗറാണ് നോക്കേണ്ടത്. അപ്പോൾ C എന്ന് പറയുന്ന ഫിഗറിൽ ഒരു ക്വാർട്ടർ സൈക്കിൾ കഴിഞ്ഞു, എയും ബിയും തമ്മിൽ എന്താണ് ഓപ്പോസിറ്റ്ലി ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, റിസൾട്ടൻ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ റിസൾട്ടൻ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരെണ്ണം മുകളിലേക്ക് 5m/2, ഒരെണ്ണം താഴേക്ക് 5m/2. നോർമലി ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. സോ ഒരു ക്വാർട്ടർ സൈക്കിളിൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ആഫ്റ്റർ എ ഹാഫ് സൈക്കിൾ, അതായത് θ = 180, ഈ ഡി എന്ന് പറയുന്ന ഈ ഒരു ഫിഗറാണ് നോക്കേണ്ടത്. ഡി എന്ന് പറയുന്ന ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹാഫ് സൈക്കിൾ കഴിഞ്ഞു, അതായത് തീറ്റ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസിൽ എങ്ങനെ കഴിഞ്ഞു? 180 ഡിഗ്രി കഴിഞ്ഞു. 180 ഡിഗ്രി കഴിയുമ്പോഴേക്ക് എന്താണ് വരുന്നത്? അതിൻ്റെ റിസൾട്ടൻ്റ് ഫ്ലക്സിനെ -5m എന്ന് എഴുതാൻ പറ്റും. അതായത് ഈ ആദ്യം ഉണ്ടായിരുന്ന നമ്മളെ ഇനീഷ്യൽ ഫ്ലക്സ് 5m ആണ്. ഒരു ഹാഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഹാഫ് സൈക്കിൾ കഴിയുമ്പോഴേക്കും എങ്ങനെ വരും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരും. അതല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 5m എന്ന് പറയുന്നത് അവിടുത്തെ റിസൾട്ടൻ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -5m ആയിരിക്കും. ആഫ്റ്റർ 3/4 സൈക്കിൾ, 3/4 സൈക്കിൾ എന്ന് പറയുമ്പോഴേക്കും θ = 270, എയും ബിയും 270 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് വന്നു കഴിഞ്ഞു. അപ്പോഴും നമ്മൾ എന്താണ്, ബി മുകളിലേക്ക് വരും, എ താഴേക്കും വരും. അപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്താണ്, അതിൻ്റെ എയും ബിയും കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 5m കിട്ടുന്നത്. അപ്പോൾ ഒരെണ്ണം മുകളിലേക്കുള്ള ഡയറക്ഷനിൽ, ഒരെണ്ണം താഴേക്കുള്ള ഡയറക്ഷൻ, രണ്ടും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും? റിസൾട്ടൻ്റ് ഫ്ലക്സ് 0 ആണെന്ന് പറയാൻ പറ്റും. ഇത് 3/4 സൈക്കിളാണ്. If we plot the values of the resultant flux against theta between 0 to 360, അതായത് എന്താണ് ഈ റിസൾട്ടൻ്റ് ഫ്ലക്സിനെ തീറ്റയ്ക്കെതിരായിട്ട്, തീറ്റയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് 0 to 360 വരെ വേരി ചെയ്യുന്ന തീറ്റയ്ക്കെതിരായിട്ട് നമ്മളൊരു കർവായിട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിഗർ Fൽ കാണുന്ന പോലത്തെ കർവായിരിക്കും നമുക്ക് കിട്ടുക. അതായത് 0ൽ, അതായത് 0 എന്ന് പറയുന്ന പൊസിഷനിൽ അതിൻ്റെ മാക്സിമം പൊസിഷനായിരിക്കും 90 എന്ന് പറയുന്ന പൊസിഷൻ. അല്ലെങ്കിൽ ക്വാർട്ടർ സൈക്കിൾ വരുമ്പോഴേക്കും 1/4 പൊസിഷൻ ആകുമ്പോഴേക്കും അതിൻ്റെ വാല്യൂ 0 ആവുന്നു. ഹാഫ് സൈക്കിൾ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ നെഗറ്റീവ്ലി എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം ആവുന്നു. 3/4 സൈക്കിൾ കഴിയുമ്പോഴേക്കും വീണ്ടും 0 ആവുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, 360 ഡിഗ്രി ആകുമ്പോഴേക്കും ഒരു റൊട്ടേഷൻ ഫുള്ള് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ആ റിസൾട്ടൻ്റ് ഫ്ലക്സ് മാക്സിമത്തിലേക്ക് വീണ്ടും പോകുന്നു. അതാണ് നമുക്കതിൽ കാണാൻ പറ്റുന്ന കാര്യം. ഇതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൈ an alternating flux can be looked upon as composed of 2 revolving fluxes each of half the value and revolving synchronously in ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സിനെ എങ്ങനെ എഴുതാം. 2 റിവോൾവിംഗ് ഫ്ലക്സിൻ്റെ കോമ്പോസിഷൻ ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെ ഈ റിവോൾവിംഗ് ഫ്ലക്സിന് എങ്ങനെയാണ്
അത് സിങ്ക്രണസ്ലി ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, സിങ്ക്രണസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സിൻ്റെ ഹാഫ് വാല്യൂ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ഫൈ ഈസ് ഈക്വൽ ടു 5m ഇൻറ്റു സൈൻ ഒമേഗ ടി കോസ് ടി എന്ന് എഴുതാൻ പറ്റും. അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. 5m/2 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് തീറ്റ പ്ലസ് സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ 5m/2 ഇതിന് രണ്ടിനുമായിട്ട് മുകളിലത്തത് സൈൻ എ കോസ് ബി എന്ന് പറയുന്ന ആ ഒരു ഇതിലാണല്ലോ കിടക്കുന്നത്, ആ ഒരു ഫോമിലാണല്ലോ കിടക്കുന്നത്. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് സൈൻ ഒമേഗ മൈനസ് തീറ്റ പ്ലസ് സൈൻ ഒമേഗ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5m/2 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് തീറ്റ പ്ലസ് സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഇനി ഈ 5m/2 എന്ന് പറയുന്ന രണ്ടിനുമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 5m ഇൻറ്റു 5m അല്ലെങ്കിൽ 5 മാക്സ്. നമ്മൾ മാക്സിമം ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് നേരത്തെ 5m എന്ന് എടുത്തുകൊണ്ടാണ് ഞാനിപ്പോഴും 5m എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1/2 ഇൻറ്റു 5m ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് തീറ്റ പ്ലസ് 1/2 ഇൻറ്റു 5m ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ടും മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ രണ്ട് റൊട്ടേറ്റിംഗ് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ തമ്മിൽ കൂട്ടി എഴുതിയേക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇല്ലേ? അതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫോർവേഡ് റൊട്ടേറ്റിംഗ് ഫ്ലക്സും അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റിംഗ് ഫ്ലക്സും, മറ്റേത് അല്ലെങ്കിൽ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ബാക്ക്വേർഡ് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ്ലി റൊട്ടേറ്റിംഗ് ഫ്ലക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, അതിനെ 5F എന്നും 5B എന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ബോത്ത് ദ കമ്പോണൻസ് ആർ റൊട്ടേറ്റിംഗ് ആൻഡ് ഹെൻസ് കട്ട് ബൈ ദ റോട്ടർ കണ്ടക്ടേഴ്സ്. ഈ രണ്ട് ഫ്ലക്സും എന്ത് ചെയ്യുകയാണ്? റൊട്ടേറ്റിംഗ് ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും പക്ഷേ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നു? റോട്ടർ കണ്ടക്ടേഴ്സ് ഈ ഫ്ലക്സിനെ നമ്മൾ റോട്ടർ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലക്സ് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഫ്ലക്സിലുണ്ടാകുന്ന ആ ഒരു ചേഞ്ച്, ആ കട്ടിങ് ഒരു ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാകും. ആ ചേഞ്ച് എന്ത് ചെയ്യും? ആ റോട്ടറിൽ EMF പ്രൊഡ്യൂസ് ചെയ്യും. ആ EMF എന്ത് ചെയ്യുന്നു? റോട്ടർ കറണ്ടായിട്ട് ആ റോട്ടറിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നു. ഞാനൊന്നുകൂടെ പറയാം. ഒരു ഫോർവേഡ് ഫ്ലക്സ് എന്നും ബാക്ക്വേർഡ് ഫ്ലക്സ് എന്ന രണ്ട് ഫ്ലക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുമ്പോഴേക്കും അവിടെ ക്രിയേറ്റ് ആവുന്നു. ആ ക്രിയേറ്റ് ആവുന്നത് ആ രണ്ട് റൊട്ടേറ്റിംഗ് ആണ്. ആ റൊട്ടേറ്റിംഗ് ആവുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? റോട്ടർ കണ്ടക്ടേഴ്സ് ഈ രണ്ട് ഫ്ലക്സിനെയും കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുന്ന കാരണം തന്നെ അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റോട്ടറിൽ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ EMF കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആ റോട്ടറിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ റോട്ടർ കറണ്ട് എന്ത് ചെയ്യുന്നു? റോട്ടർ ഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആദ്യം എന്താണ്, സ്റ്റേറ്ററിൽ കൂടെ ഉണ്ടായ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് രണ്ട് ഫ്ലക്സ് ആയിട്ട് തിരിയുന്നു. ഫോർവേഡ് റൊട്ടേറ്റിംഗ് ഫ്ലക്സും ബാക്ക്വേർഡ് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് എന്നുമായിട്ട് രണ്ട് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ആയിട്ട് തിരിയുന്നു. അത് രണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ റൊട്ടേഷൻ്റെ സമയത്ത് റോട്ടർ കണ്ടക്ടേഴ്സിനെ ഇത് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആ റോട്ടറിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ EMFൻ്റെ കാരണമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു റോട്ടർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റോട്ടർ കറണ്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റോട്ടർ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചുരുക്കമായിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു സ്റ്റേറ്ററിൽ ഫ്ലക്സ് കൊടുത്തപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? റോട്ടറിൽ ഫ്ലക്സ് കിട്ടി. ഈ ഫ്ലക്സ് എന്ത് ചെയ്യുന്നു? റോട്ടർ ഫ്ലക്സ് എന്ത് ചെയ്യുന്നു? ഈ ഫോർവേഡ് കമ്പോണൻറ്റ് 5Fമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ടോർക്ക്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ, ഇപ്പോൾ ഫോർവേഡ് കമ്പോണൻറ്റ് 5F എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് കാരണം ഉണ്ടായിട്ടുള്ള റോട്ടർ ഫ്ലക്സ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന 5F എന്ന് പറയുന്ന ആ ഒരു ഫ്ലക്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കായിരിക്കും ആ ഒരു ടോർക്കിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇഫ് ബാക്ക്വേർഡ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ആയ 5B ആണ് നമ്മുടെ റോട്ടർ ഫ്ലക്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അവിടെ ഒരേ സമയം ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു ക്ലോക്ക് വൈസ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബോത്ത് ആർ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബട്ട് ഇൻ സെയിം മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ടോർക്കും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇത്
അവിടുത്തെ നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദ നെറ്റ് ടോർക്ക് എക്സ്പീരിയൻസ് ബൈ ദ റോട്ടർ ഈസ് 0 അറ്റ് ദ സ്റ്റാർട്ട്. എപ്പോൾ? ദ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് അവിടുത്തെ റോട്ടറിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സെൽഫ് സ്റ്റാർട്ടിങ് അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി എന്ന് പറയുന്ന തിയറിയെ ബേസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ടാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്തതെന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.